ഹായ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഓൺ ഡേറ്റ എല്ലാത്തിലോട്ട് ഇൻജെക്ട് ചെയ്തിട്ട് നമുക്കൊരു ചാറ്റ് ബോട്ടോ അല്ലെങ്കിൽ AI ഏജന്റ് ഉണ്ടാക്കാമെന്നുള്ളതാണ്. സോ ഇന്നത്തെ എക്സാമ്പിൾ നമ്മൾ എടുത്തിട്ടുള്ളത് കേരള ബഡ്ജറ്റ് AI ഏജന്റ് ആണ്. സോ ഞാനിവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ കേരള ബഡ്ജറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു PDF ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇത് ബേസിക്കലി കേരള ബഡ്ജറ്റിനെ പറ്റിയാണ് ആക്ച്വലി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഡേറ്റ നമ്മൾ എല്ലാത്തിലോട്ട് ഫീഡ് ചെയ്തിട്ട് നമുക്ക് പല ക്വസ്റ്റ്യൻസും ഇതിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിക്കോസ് ഇഫ് യു ക്യാൻ സീ ഹിയർ ഇറ്റ്സ് എ വെരി ലോങ് PDF. അപ്പോൾ ഇതിൽ പല ക്വസ്റ്റ്യൻസും യൂസേഴ്സിന് വേണമെങ്കിൽ ചോദിക്കാം. അതിന്റെ എക്സാക്ട് ആൻസർ ഈ PDF നിന്ന് അനലൈസ് ചെയ്ത് ഇറ്റ് വിൽ കം ബാക്ക് ആൻഡ് ഗിവ് ഇറ്റ് ടു യു. സോ അങ്ങനെ ഒരു ഏജന്റ് ബിൽഡ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ടത് നമുക്ക് എല്ലാത്തിലെ ഡേറ്റ മാത്രമല്ല വേണ്ടത്, നമുക്ക് ആക്ച്വലി ഒരു എക്സ്റ്റേണൽ ഡേറ്റയും ആവശ്യമുണ്ട്. സോ അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ടെക്നോളജി എന്ന് പറഞ്ഞാൽ RAG എന്ന് പറയുന്ന ഒരു ടെക്നോളജിയാണ്. സോ RAG എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ്സ് എ റിട്രീവൽ ആർഗ്യുമെന്റ് ജനറേഷൻ എന്നുള്ളതാണ്. എക്സാമ്പിൾ ഇപ്പോൾ OpenAI എടുക്കുക. OpenAIക്ക് അത് ജനറിക് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ ബിസിനസ്, ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങളൊരു ഹോസ്പിറ്റൽ റൺ ചെയ്യാണ്, ഈ ഹോസ്പിറ്റലിൻ്റെതായ എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഇതിനൊക്കെ ഓരോന്നിന് എത്രയാണ് ഫീസ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിന്റെ റെന്റ് എത്രയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സർജറിയുടെ പ്രൊസീജിയർ എങ്ങനെയാണ്, നിങ്ങളുടെ പേയ്മെന്റ് പ്രൊസീജിയർ എങ്ങനെയാണ്, ഈ ഒരു ഇൻഫർമേഷൻ ചിലപ്പോൾ LLMത്തിൽ ഉണ്ടാകത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇൻഫർമേഷൻസ് LLMത്തിലോട്ട് ഇൻജെക്ട് ചെയ്തിട്ട് ഈ ഒരു LLMത്തിന്റെ കേപ്പബിലിറ്റിയും കൂടെ യൂസ് ചെയ്ത് നിങ്ങളെ ഡേറ്റ പ്രോസസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് ആക്ച്വലി നോൺ ആസ് RAG. സോ നമ്മൾ ഇന്ന് ട്യൂട്ടോറിയൽ കവർ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി ഒരു AI, ഞാനൊരു മെസ്സേജ് കൊടുക്കുമ്പോൾ ഒരു AI ഏജന്റിലോട്ട് പോകുന്നു. ഈ AI ഏജന്റ് OpenAI ആയിട്ട് കണക്റ്റഡ് ആണ്. ദെൻ ആക്ച്വലി സ്പെസിഫിക് ക്വസ്റ്റ്യൻ OpenAI ഇല്ലാത്തതാണ് ഒരു യൂസർ ചോദിക്കുന്നെങ്കിൽ ഇത് നേരെ പോകുന്നത് ആൻസർ ക്വസ്റ്റ്യൻ വിത്ത് വെക്ടർ സ്റ്റോറിലാണ്. വെക്ടർ സ്റ്റോറിൽ നിന്ന് നേരെ വെക്ടർ ഡേറ്റാബേസിലോട്ട് പോകുന്നു. അവിടെ നിന്ന് പ്രോസസ് ചെയ്യുന്നു, തിരിച്ച് യൂസറിന് ചാറ്റ് മെസ്സേജ് ആയിട്ട് തിരിച്ചു കൊടുക്കുന്നു. ദിസ് ഈസ് ദി പ്രോസസ്. അപ്പൊ ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഇരിക്കുന്ന ഈ PDF-നെ വെക്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക, വെക്ടർ ഡേറ്റാബേസിലോട്ട് പുഷ് ചെയ്യുക. ദാറ്റ് ഇസ് ആക്ച്വലി ദ ഫസ്റ്റ് ഏജ്. ആദ്യം ചെയ്യേണ്ടത് മാനുവൽ ട്രിഗർ. ഓക്കെ, ആദ്യം മാനുവൽ ട്രിഗർ വെൻ ക്ലിക്കിംഗ് ടെസ്റ്റ് വർക്ക് ഫ്ലോ. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ഡ്രൈവ് ആണ്. കാര്യം ഗൂഗിൾ ഡ്രൈവിലാണ് ആദ്യം നമ്മൾ ഈ PDF സ്റ്റോർ ചെയ്യേണ്ടത്. ഓക്കെ, നൗ ജസ്റ്റ് ഗോ ടു ഗൂഗിൾ ഡ്രൈവ്. ഓക്കെ, ഗൂഗിൾ ഡ്രൈവിൽ നമുക്ക് വേണ്ടത് ഡൗൺലോഡ് ഫയൽ ആണ്. സോ എന്റെ പ്രീവിയസ് വീഡിയോയിൽ ഞാൻ ആക്ച്വലി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഗൂഗിൾ ഡ്രൈവ് കണക്ട് ചെയ്യേണ്ടതെന്നുള്ളത്. ഗൂഗിൾ ഡ്രൈവ് എന്നല്ല, ഗൂഗിൾ അക്കൗണ്ട് കണക്ട് ചെയ്യുമ്പോൾ എല്ലാ ഗൂഗിളിന്റെ സർവീസസിൽ ആഡ് ആവും. അത് നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ആക്ച്വലി അതിന്റെ ലിങ്ക്. തന്നെ ആക്ച്വലി ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു ട്യൂട്ടോറിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ആക്ച്വലി ഫോളോ ദാറ്റ് ആൻഡ് കണക്ട് യുവർ ഗൂഗിൾ ഡ്രൈവ്. സോ ഗൂഗിൾ ഡ്രൈവ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു നീഡ് ടു ചൂസ് യുവർ ഗൂഗിൾ അക്കൗണ്ട്. ഓക്കെ, ഗൂഗിൾ അക്കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഗൂഗിൾ അക്കൗണ്ട് ചൂസ് ചെയ്തതിനു ശേഷം യു ക്യാൻ ചൂസ് ദി ഫയൽ. നമുക്ക് ഫയലാണ് മൂവ് ചെയ്യേണ്ടത്. ഡൗൺലോഡ് ആണ് ഓപ്പറേഷൻ വരുന്നത്. ഫ്രം ദി ലിസ്റ്റിന്റെ അകത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫയൽ ഇവിടെ ഉണ്ടാവും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബഡ്ജറ്റ് അനാലിസിസ് 2425, ഇത് ആക്ച്വലി സെയിം ആ ഫയലിന് ഞാൻ എന്റെ ഗൂഗിൾ ഡ്രൈവിലോട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ദെൻ ചൂസ് ദിസ് ഫയൽ. നൗ വി നീഡ് ടു പുഷ് ദിസ് ഇൻഫർമേഷൻ ടു വെക്ടർ ഡേറ്റാബേസ്. വെക്ടർ ഡേറ്റാബേസിന് ദ ബെസ്റ്റ് വൺ ഇസ് ആക്ച്വലി പൈൻകോൺ. പൈൻകോണിൽ പോവുക, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ദെൻ യു ക്യാൻ ആക്ച്വലി സീ ദിസ് പേജ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ യു നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ ഇൻഡെക്സ്. ഇൻഡെക്സിൽ യു ക്യാൻ ഗിവ് എനി നെയിം, ഈസി ടു അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കേരള എന്നാണ്. Then you can actually choose the model. ഇവിടെ നോക്കാനുള്ളത് you can choose text embedded 3 model എന്ന് പറയുന്നത് ചൂസ് ചെയ്യുക. ദെൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾ കുറച്ച് ഇതിൻ്റെ അകത്ത് if you can play around you can understand other parts. ഇവിടെ ഇപ്പോൾ നമ്മൾ ബാക്കി എല്ലാ സെറ്റിംഗ്സ് അങ്ങനെ തന്നെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ആൻഡ് you can actually create this index. ഓക്കെ, ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ യു ക്യാൻ സീ ഹിയർ ഇറ്റ് ഈസ് ക്രിയേറ്റ് എ ഇൻഡെക്സ് നോൺ എസ് കേരള. ഇത് ആക്ച്വലി ഒരു എന്താ പറയുക, നമ്മൾ ഈ ഒരു പൈൻകോണിന്റെ അകത്ത് വി ആർ ക്രിയേറ്റിംഗ് എ സ്പേസ്, ഒരു ഇൻഡെക്സ് ചെയ്യാനുള്ള സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്തോട്ടാണ് നമ്മൾ അവിടുത്തെ PDF അല്ലെങ്കിൽ വാട്ട് എവർ PDF വി ആർ ഗോയിങ് ടു പുഷ്. ഓക്കെ, ഇതിന്റെ അത് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ PDF എന്ന് പറയുന്ന ഡേറ്റ വിൽ കൺവേർട്ടഡ് ഇൻ ടു എ വെക്ടർ ഡേറ്റ. നൗ what actually I'm going to do over here is add another node. You can see Pinecone വെക്ടർ സ്റ്റോർ. പൈൻകോണിന്റെ വെക്ടർ സ്റ്റോർ ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾ ചൂസ് ചെയ്യാനുള്ള ആഡ് ഡോക്യുമെന്റ്സ് ടു വെക്ടർ സ്റ്റോർ. ഓക്കെ, ഇവിടെ നോക്കി കഴിഞ്ഞാൽ പൈൻകോൺ അക്കൗണ്ട് ആഡ് ചെയ്യുക. ഇറ്റ് ഇസ് വെരി ഈസി. യു ക്യാൻ ആക്ച്വലി ഗോ ഓവർ ഹിയർ, ആഡ് ന്യൂ അക്കൗണ്ട്. പൈൻകോണിൽ നിന്ന് API കീയിൽ പോയി കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദി API. ആ API എടുക്കുക, ഇവിടെ ആക്ച്വലി എൻ്റർ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. വെരി സ്ട്രേറ്റ് ഫോർവേഡ് ഇന്റഗ്രേഷൻ ആണ്. ദെൻ ഇൻസേർട്ട് ഡോക്യുമെന്റ് ആണ് നമ്മുടെ പ്രോസസ്. കാര്യം ഗൂഗിൾ ഡോക്ക് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ വി നീഡ് ടു പാസ് ടു പൈൻകോൺ. ഓക്കെ, ദെൻ ഫ്രം ദി ലിസ്റ്റ് ഇവിടെ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്നത് കേരള I need to choose. Okay, so കേരള ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലിസ്റ്റിന്റെ അതായിരിക്കും ഇത് ആഡ് ആണ്. ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധിക്കാനുള്ളത്, ഗോ ഓവർ ഹിയർ, പൈൻകോൺ നെയിം സെർവർ. പൈൻകോൺ നെയിം സെർവർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആക്ച്വലി ഒരു നെയിം കൊടുക്കുക. സോ ആ ഇപ്പൊ കേരള എന്ന് പറയുന്ന ലിസ്റ്റിന്റെ അകത്ത് ഈ ഒരു നെയിം സ്പേസിന്റെ അകത്തായിരിക്കും ഈ ഡേറ്റാബേസ് പോയി അവിടെ ആഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് യൂസ് എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് പല നെയിം സ്പേസ് കൊടുത്ത് പല ഏജന്റിലോട്ട് നിങ്ങൾക്ക് ഇത് കോൾ ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ കൊടുക്കാൻ പോകുന്നത് കേരള ബഡ്ജറ്റ് എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, സോ നെയിം സ്പേസ് കൊടുക്കുക, ദെൻ സേവ് ഇറ്റ്. ദാറ്റ്സ് ഇറ്റ്. സോ ഇവിടെ നമ്മൾ അടുത്ത വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു PDF ഡേറ്റ എന്ന് പറയുന്നത് വെക്ടറിലോട്ട് മാറ്റാൻ വേണ്ടി യു നീഡ് എ സപ്പോർട്ട് ഓഫ് ആൻ LLM. അപ്പൊ അതിന് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് OpenAI ആണ്. ഓക്കെ, ചൂസ് OpenAI.
You can choose anything like in the Gemini or whatever you like, you can actually use it. ഞാൻ ഇവിടെ ഓപ്പൺ AI ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളുടെ ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ, ലെറ്റ് മീ ഗോ ബാക്ക്. ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏത് മോഡലാണ് ആക്ച്വലി യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഇവിടെ ടെക്സ്റ്റ് എംബഡിംഗ് 3 സ്മോൾ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെയും അത് കൊടുക്കാൻ മറക്കരുത്. ഇഫ് അതർവൈസ് ഇറ്റ് വിൽ ഹാവ് എ കോൺഫ്ലിക്ട്. ഓക്കെ, സോ ഇവിടെ ആക്ച്വലി യു ക്യാൻ ചൂസ് ദിസ് വൺ. ടെക്സ്റ്റ് എംബഡഡ് 3 മോഡൽ കൊടുക്കുക, ദെൻ മോഡൽ ഇസ് എംബഡഡ്, റൈറ്റ്? സോ ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഡീഫോൾട്ട് ഡേറ്റ ലോഡർ. ഇത് ഡേറ്റ ലോഡിങ്ങിന് വേണ്ടിയുള്ളതാണ്. ജെയ്സൺ തന്നെയാണ് കൊടുക്കേണ്ടത്. ലോഡ് ഓൾ ഇൻപുട്ട് ഡേറ്റ, ദെൻ ക്ലോസ് ദിസ് വൺ. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ടെക്സ്റ്റ് സ്പ്ലിറ്റർ ആണ്. ഞാനിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് റിക്കർസീവ് ക്യാരക്ടർ ടെക്സ്റ്റ് സ്പ്ലിറ്റർ ആണ്. ഇവിടെ ചങ്ക് സൈസ് എന്ന് പറഞ്ഞാൽ എത്ര സൈസിലോട്ടാണ് ആക്ച്വലി ഡേറ്റ അങ്ങോട്ട് ഫീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഇറ്റ്സ് എ വെരി സ്മോൾ ഡേറ്റ. നിങ്ങൾ വലിയ ഡേറ്റാബേസ് ഒക്കെ സെൻഡ് ചെയ്യുമ്പോഴാണ് യു നീഡ് ടു പുട്ട് ലൈക്ക് എത്ര ചങ്ക് സൈസിലാണ് പോകേണ്ടതെന്നുള്ളത്. ഫോർ നൗ ഐ എം ആക്ച്വലി കീപ്പിംഗ് ഇറ്റ് 1000. ഓക്കെ, നൗ ദിസ് ഈസ് ഡൺ. ഓക്കെ, ഇപ്പം നമ്മൾ ആക്ച്വലി സെൻഡ് ഡേറ്റ ടു പൈൻകോഡ് എന്ന് പറയുന്ന ഏജന്റ് ഇസ് ആക്ച്വലി ഓൾമോസ്റ്റ് റെഡി. നൗ വി വിൽ ടെസ്റ്റ് ദിസ് വൺ. ലെറ്റ് മീ സീ. ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും എക്സിക്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളത്. എവിടെയെങ്കിലും എറർ ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി സീ ദർ ഇസ് എൻ എറർ. Okay, now all good, fine. ഇതായി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും 32 items ഓൾറെഡി ഇത് പൈൻകോഡ് വെക്ടർ സ്റ്റോറിലോട്ട് ഇത് മൂവ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് അറിയാനുള്ളത്, യു ക്യാൻ ആക്ച്വലി ഗോ ഓവർ ഹിയർ. യു ക്യാൻ ഗോ ടു ദ ഇൻഡെക്സ്, കേരള ഇൻഡെക്സ് ഓപ്പൺ ചെയ്യുക. നെയിം സ്പേസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കേരള ബഡ്ജറ്റ്. ഇവിടെ കണ്ടോ, റെക്കോർഡ് 64. Now it's very clear things are connected. Now that part is actually over. Okay, now ഇപ്പം നമ്മൾ സെൻഡ് ഡേറ്റ ടു പൈൻകോഡ് എന്ന് പറയുന്ന ഏജന്റ് is working perfectly fine. So now ഇപ്പം നമ്മളുടെ മെയിൻ പീസ് ആയിട്ടുള്ള ഡേറ്റ പൈപ്പ്ലൈൻ ഇസ് ബിൽഡ്. വി ആർ ഗോയിങ് ടു ബിൽഡ് അവർ ചാറ്റ് AI ഏജന്റ്. ഓക്കെ, ഫസ്റ്റ് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ചാറ്റ് ആണ് ട്രിഗർ. നൗ ആഡ് ദ ചാറ്റ് ട്രിഗർ. ഓക്കെ, നത്തിങ് മോർ ടു ആഡ് ഹിയർ. രണ്ടാമത് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുന്നത് AI ഏജന്റിനെയാണ്. ഓക്കെ, AI ഏജന്റിന് ആഡ് ചെയ്യുക. നൗ AI ഏജന്റ് ഇസ് ദർ. കണക്ട് ചെയ്ത് ചാറ്റിൽ നിന്ന് വരുന്ന ട്രിഗർ ആണ് ആക്ച്വലി ദ ക്വസ്റ്റ്യൻ. നത്തിങ് എൽസ് ടു ആഡ് ഹിയർ. നൗ വി ആർ ഗോയിങ് ടു റീനെയിം ദിസ് ടു Kerala Budget AI Agent. So Kerala Budget AI Agent നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ചാറ്റ് മോഡൽ. എന്താണ് ചാറ്റ് മോഡൽ? വി നീഡ് ടു കണക്ട് യുവർ OpenAI അഗെയിൻ. ഓക്കെ, OpenAI ചാറ്റ് മോഡൽ ആണ്. കാര്യം ഒരു ലാംഗ്വേജ് മോഡലുമായിട്ട് വി നീഡ് ടു കണക്ട് ഇറ്റ്. Again, actually, OpenAI account connect and you can actually go over here, enter the OpenAI API key here. That's it actually. Then you need to choose your model. ഞാൻ ഇവിടെ ചൂസ് ചെയ്യാൻ പോകുന്നത് 400 mini is 404 choose ചെയ്യുക. Then close this. Right, now we need to have a memory. So basically, window buffer memory, the easiest one. This basically another note ആണ്. Basically, ഇതൊരു system memory ആണ്. Last 5 conversation, it will keep it on the system, right? Then I need to go and open the tool. Vector store question answer tool. ഇത് ആഡ് ചെയ്യുക. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഡേറ്റ നെയിം. ഓക്കെ, ഇവിടെ നമ്മൾ കൊടുക്കുന്നത് കേരള ബഡ്ജറ്റ് ഇൻഫോർമേഷൻ. ഓക്കെ, description of data, I can say call this tool to access information to answer users questions. Users ചോദിക്കുന്ന questions and answer ഇവിടെ നിന്ന് actually എടുക്കാൻ പറ്റും. Limit is 4, it is fine. Then you close this. Okay, നമ്മളിവിടെ ഇനി ചെയ്യാനുള്ളത് കണക്ട് ടു പൈൻകോഡ് വെക്ടർ ഡാറ്റാബേസ്. ഇവിടെ നമ്മൾ വരുന്നത് റിട്രീവ് ഡോക്യുമെന്റ് ആണ്. അതായത് നമ്മൾ ഡോക്യുമെന്റ് പൈൻകോഡിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വിളിക്കുന്നതാണ്, റൈറ്റ്? ആൻഡ് ഫ്രം ദി ലിസ്റ്റ് വി ക്യാൻ ആക്ച്വലി ചൂസ് ലൈക്ക് കേരള. Then I hope you remember ഞാനിവിടെ പൈൻകോഡ് നെയിം സെർവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. The name server is കേരള budget. Just go and cross check it. It's Kerala budget. Okay, and add this one and close this up. Okay, now we need to connect a model. ഇവിടെയും ആക്ച്വലി ഒരു മോഡൽ കണക്ട് ചെയ്യേണ്ടതുണ്ട്. ഡീഫോൾട്ട് ആയിട്ട് we can choose OpenAI. Okay, ഇവിടെ ഓർക്കാനുള്ളത് you need to choose the text embedded 3 small. കാരണം ഇതാണ് നമ്മൾ വെക്ടർ ഡേറ്റാബേസ് മോഡലിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. Okay, now this is connected, right? ഇനി നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റോർ മോഡൽ. ഇവിടെ വരുന്ന മോഡൽ ഈ സെയിം ക്വസ്റ്റ്യനും യു നീഡ് ടു കണക്ട് യുവർ OpenAI. യു നീഡ് ടു കണക്ട് ഫോർ OMINI. ഓക്കെ, നമ്മൾ ഇനി ഫൈനൽ സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കേരള ബഡ്ജറ്റ് AI ഏജന്റിനുള്ളിൽ ഈ സിസ്റ്റം മെസ്സേജ് നമ്മൾ ഇനി ആഡ് ചെയ്യണം. സിസ്റ്റം മെസ്സേജ് എന്ന് പറയുന്നത് ബേസിക്കലി വി നീഡ് ടു ഗിവ് എൻ ഇൻസ്ട്രക്ഷൻ ടു ദി AI ഏജന്റ്, ലൈക്ക് എന്ത് ആക്ഷൻ ആണ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ അതിനുള്ള ഈസി വേ എന്ന് പറഞ്ഞാൽ യു ഫസ്റ്റ് നീഡ് ടു ടേക്ക് എ സ്ക്രീൻഷോട്ട് ഓഫ് ദ സ്ക്രീൻ. ഓക്കെ, ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക.
നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ N8N ഏജന്റ് തന്നെ സിസ്റ്റം മെസ്സേജ് ജനറേറ്റർ എന്ന് പറഞ്ഞ് ഞാനൊരു GPT ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ആക്ച്വലി ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇമേജ് ആക്ച്വലി അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഈ സിസ്റ്റം മെസ്സേജ് ഇമേജ് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് യു നീഡ് ടു പുട്ട് എ പ്രോംപ്റ്റ് സേ ലൈക്ക് write a system message for an agent answering question related to Kerala budget analysis report. Your goal is to provide concise, accurate and well informed response based on the retrieved data, budget, financial trends and other thing. Okay, now ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഈ ചാറ്റ് ജി പി ടിക്ക് കൊടുക്കുകയാണ്, ഇതാണ് എന്റെ മോഡൽ. ചാറ്റ് ജി പി ക്യാൻ ഐഡന്റിഫൈ ഇറ്റ്, ഇതൊരു AI ഏജന്റ് ആണ്, എന്തൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ആക്ച്വലി അണ്ടർസ്റ്റാൻഡ് all the informations, right? So once actually നിങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ it will automatically generate a system message. So system message you can actually see here Kerala AI agent ആണ് and what kind of tool it is actually going to use. കാരണം ഈ പൈൻ കോഡ് വെക്ടർ സ്റ്റോർ അല്ലെങ്കിൽ ഓപ്പൺ AI ചാറ്റ് മോഡൽ ഇതെല്ലാം നമ്മളെ ഇമേജിൽ നിന്നാണ് ആക്ച്വലി ചാറ്റ് ജി പി ടി ആക്ച്വലി മനസ്സിലാക്കുന്നത്. ആൻഡ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻ. ഇത് നിങ്ങൾ കോപ്പി ചെയ്യുക, go back to N8N, then ഈ Kerala AI budget agent ഈ system message you can actually enter this information. Okay, then close this one. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ we need to go and test it, right? So just go to this chat, say hello. നമ്മൾ ഇനി നോക്കേണ്ടത് I will go to this PDF. ഈ PDF ൽ നിന്ന് എന്തെങ്കിലും ഒരു specific subject actually we can actually pull. Example, the gross domestic product of Kerala 2024 is projected to be rupees 13 crore. Okay, now we will see is it answering it correctly or not. Gross domestic product of Kerala for 2024-2025. Okay, let's see. You can see here what exactly. Over here it is answering like it is 13,11 crore. So it's correct. Actually, it is taking from this data. So maybe we can actually ask some more other questions. What is the revenue deficit? What is the revenue deficit? You can see here the revenue deficit of Kerala 2024 is estimated 2.1% of the GST. And so you can ask any question related to the overall budget of 2024-25. So ഇതിലൊരു ഇമ്പോർട്ടന്റ് ആസ്പെക്ട് നോക്കാനുള്ളത്, നിങ്ങൾ എന്തെങ്കിലും ഒരു എന്താ പറയുക അടുത്തത് വർക്ക് ആവുന്നില്ല അല്ലെങ്കിൽ എറർ മെസ്സേജ് വരാണെങ്കിൽ ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് ഏരിയ യു ക്യാൻ ആക്ച്വലി ലുക്ക്. ബിക്കോസ് ഇത് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എങ്ങനെയാണ് ആക്ച്വലി പ്രോസസ് ആവുന്നു എന്നുള്ള ഇൻഫർമേഷൻ ആണ്. ഇറ്റ്സ് ഫസ്റ്റ് ഗോയിങ് ടു ദ വിൻഡോ ബഫർ മെമ്മറി, ദെൻ ഓപ്പൺ AI ചാറ്റ് മോഡൽ, ദെൻ ആൻസറിംഗ് ക്വസ്റ്റ്യൻ വെക്ടർ സ്റ്റോർ. ഇറ്റ്സ് ആക്ച്വലി ഗോയിങ് ടു ഈച്ച് അപ്പ്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾക്ക് എറർ കിട്ടുന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ഗോ ആൻഡ് സി. Over here you can see here it's from where it is actually pulling the information. Vector database എങ്ങനെയാണ് എടുക്കുന്നത്, all the logs will be here. So it's actually a very useful tool. So ഈ ഒരു മെത്തേഡിലാണ് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ ഓൺ ഡേറ്റ എങ്ങനെയാണ് LLM ഇൻഫ്യൂസ് ചെയ്തിട്ട് യു ക്യാൻ ബിൽഡ് യുവർ ഓൺ മോഡൽ, അല്ലെങ്കിൽ അതർവൈസ് യു ക്യാൻ ഹൗ ടു ഫൈൻ ട്യൂൺ ദി LLM മോഡൽ ഫോർ യുവർ ഓൺ തിങ്. ഇതിപ്പോൾ എന്ത് ഡേറ്റ തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ ഹോസ്പിറ്റലിന്റെ ഡേറ്റ ആവാം, ഒരു എന്താ പറയുക ഒരു കൺട്രിയുടെ ഡേറ്റ ആവാം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡേറ്റ ആവാം, എനിത്തിങ് യു ക്യാൻ ആക്ച്വലി ഇൻജെക്ട് ഇൻ ടു ഇറ്റ്. Okay, that's it for today. If you like this video, please give a thumbs up and don't forget to subscribe for more videos like this.